ലോകം കീഴടക്കിക്കൊണ്ട് വന്ന് നിൽക്കുന്ന സഞ്ജു സാംസൺ ആ വേദിയിൽ ഇനി എത്ര സമയമെടുത്ത് സംസാരിച്ചാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയും പറയില്ല, സംഘാടകരും പറയില്ല, ആരും പറയില്ല, അത് ഉറപ്പാണ്. ഹായ്, നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വേൾഡ് കപ്പും അതിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി IPLിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എങ്കിൽ പോലും വേൾഡ് കപ്പിനെ കുറിച്ച് ചിലത് പറയാതിരിക്കാൻ വയ്യ, പ്രത്യേകിച്ച് സഞ്ജു സാംസനെ കുറിച്ച്. വീണ്ടും സഞ്ജു സാംസൺ എന്ന ഒരു വ്യക്തി നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകം തന്നെ കീഴടക്കി വന്ന് കേരള ക്രിക്കറ്റും കേരള സർക്കാരും നൽകിയ ആദരവിൻ്റെ ആ വേദിയിൽ എത്ര വിനയാന്യതനായിട്ടാണ് നമ്മോട് സഞ്ജു സാംസൺ സംസാരിച്ചത്. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. എങ്കിൽ പോലും അതിലെ ചില കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വലിയ സന്തോഷം സാറ് ഇതിനെ പറ്റി ഇത്രയും സംസാരിച്ചതിൽ വലിയ സന്തോഷം തോന്നുന്നു. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എൻ്റെ സ്വന്തം നാട്ടുകാർക്ക് എൻ്റെ നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് എന്തോ സ്വപ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ. കുറെ വർഷങ്ങളായിട്ട് വിചാരിച്ചൊരു സ്വപ്നം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണ് ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത്. എത്ര റെസ്പെക്റ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് നാട്ടുകാരോട് സ്നേഹം പങ്കുവെക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു, വർഷങ്ങളായി കൊണ്ടു നടന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഫീൽ ആദ്യമായിട്ടാണ് തനിക്കെന്നും ഓരോ ദിവസത്തിലും ഇതൊരു സ്വപ്നമാണോ എന്ന് തോന്നിപ്പോകുന്നു എന്നുമാണ് സഞ്ജു പങ്കുവെക്കുന്നത്. ഇത്രയും ഒരു ഇമേജും അല്ലെങ്കിൽ ഇത്രയും ഒരു സ്ഥലം എത്തുമ്പോൾ എനിക്ക് ഉറപ്പായിട്ട് ഒരു മെസ്സേജ് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടെ കുറെ കൊച്ചു കുട്ടികളെ കാണുന്നുണ്ട്, കുറെ ടീനേജേഴ്സ് ഉണ്ട്, കുറെ എൻ്റെ വയസ്സിലുള്ള കുറെ ആൾക്കാരുണ്ട്. നമ്മള് എല്ലാവരും ഏതോ ഒരു ഡയറക്ഷനിലോട്ടാണ്. നമുക്ക് എല്ലാവർക്കും സ്വപ്നമുണ്ട് മനസ്സിൽ. നാളെ എങ്ങനെയായി മാറണം, അല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയായി മാറണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കണം. ഞാൻ ആഗ്രഹിച്ചത് ഇന്ത്യൻ ടീമിന് കയറണമെന്ന് മാത്രമല്ല, ഇന്ത്യൻ ടീമിനെ വേൾഡ് കപ്പ് ജയിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഏറ്റവും വലിയ സ്വപ്നം തന്നെ കാണണം എന്നാണ് സഞ്ജു സാംസൺ പറയുന്നത്. സഞ്ജു സാംസൺ തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു, ഞാൻ ഇന്ത്യൻ ടീമിൽ എത്തണം എന്നല്ല ആഗ്രഹിച്ച് ഇന്ത്യൻ ടീമിലെത്തി ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുക്കുക എന്നതാണ് സ്വപ്നം കണ്ടതെന്ന്. സഞ്ജു സാംസന്റെ ആ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. ബാക്കി കൂടി നമുക്ക് കേട്ടു നോക്കാം. സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ കേരളത്തിൽ നിന്നാണ്, ട്രിവാൻഡ്രത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാൻ ഒരു ലിമിറ്റ് വേണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ഡ്രീം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഞാൻ ഉറപ്പായിട്ടും അത് പറയുന്നു. സ്വപ്നം കാണുമ്പോൾ നമ്മൾ വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം. പ്രത്യേകിച്ച് സഞ്ജു സാംസൺ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു, കേരളത്തിൽ നിന്നാണ്, ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് എത്തിപ്പെടുക എന്ന് പ്രയാസകരമായ കാര്യം തന്നെയാണ്. നമുക്കൊക്കെ മുൻകാല അനുഭവങ്ങളുണ്ട്. എത്ര ക്രിക്കറ്റർമാരാണ് കഴിവുണ്ടായിട്ടും എത്തിപ്പെടാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ പറയുന്നു, നമ്മൾ സ്വപ്നം കാണുമ്പോൾ വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം. അത് നേടാൻ നമുക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അതിനെ ഇറങ്ങണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അതിനിടയ്ക്ക് സംസാരം ദീർഘമായി പോകുമ്പോൾ മുഖ്യമന്ത്രിയോട് ഒരു ക്ഷമാപണ രൂപത്തോടെ സംസാരിക്കുന്നതും കാണാം. സർ സോറി, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? ശ്രീജിത്ത് സാറിന്റെ സ്പീച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിരുന്ന എല്ലാവർക്കും പെട്ടെന്ന് പോണ്ടി വരുമെന്ന് തോന്നി. നിങ്ങൾ നോക്കൂ, ലോകം കീഴടക്കിക്കൊണ്ട് വന്ന് നിൽക്കുന്ന സഞ്ജു സാംസൺ ആ വേദിയിൽ ഇനി എത്ര സമയമെടുത്ത് സംസാരിച്ചാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയും പറയില്ല, സംഘാടകരും പറയില്ല, ആരും പറയില്ല, അത് ഉറപ്പാണ്. പക്ഷെ എങ്കിൽ പോലും മുഖ്യമന്ത്രി സാറിനോട് ചോദിക്കുകയാണ്, സമയമെടുക്കുന്നു, കുഴപ്പമില്ലല്ലോ, സംസാരിച്ചോട്ടെ എന്ന്. അതാണ് സഞ്ജു സാംസന്റെ വിനയം. ഇങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന സംസാരങ്ങളും അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമാണ് സഞ്ജുവിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ട സെലിബ്രിറ്റികളിൽ ഇത്രയും വിനയത്തോടെ നമ്മുടെ മുന്നിൽ പെരുമാറുന്ന വേറൊരാളെയും കണ്ടിട്ടില്ല എന്ന് വേണം തന്നെ പറയാം. എല്ലാവരും ചോദിക്കും, എന്താ സഞ്ജുവിനെ മാത്രം കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ സഞ്ജുവിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഉത്തരം. എങ്ങനെ പറയാതിരിക്കാൻ കഴിയും? ഈ അവസരത്തിൽ മറ്റൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പലരും ഒരുപക്ഷെ ഞാനടക്കമുള്ളവർ ചിന്തിച്ചിട്ടുണ്ടാവാം, പറഞ്ഞിട്ടുണ്ടാവാം, സഞ്ജു സാംസന്റെ പിതാവ് കൂടുതൽ സംസാരിക്കുമ്പോൾ, കൂടുതൽ വാചാലനാകുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയണ്ട, നിങ്ങൾ പറഞ്ഞ് അബദ്ധമാക്കണ്ട എന്നെല്ലാം. പക്ഷേ സഞ്ജു സാംസന്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം കൊണ്ടാണ്, അതായത്
തൻ്റെ മക്കളെ ഒരു ലക്ഷ്യത്തിലെത്തിക്കുക എന്നതിൽ വിജയിച്ചൊരു പിതാവിൻ്റെ വാക്കുകളാണത്. അതിനുവേണ്ടി പരിശ്രമിച്ച് വിജയിച്ച ഒരു പിതാവിൻ്റെ വാക്കുകളാണ്. നമുക്ക് തന്നെ ഇത്രയും സന്തോഷവും അഭിമാനവും ഉണ്ടെങ്കിൽ സ്വന്തം പിതാവിന് അഭിമാനിച്ചൂടെ, സ്വന്തം പിതാവിന് സന്തോഷിച്ചൂടെ? അപ്പോൾ ആ പിതാവിൻ്റെ വാക്കുകളെ കുറിച്ച് ഒരു ലിമിറ്റേഷൻ വരുത്തണം എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയാനുള്ളത്, ആ ഒരു വാക്കുകളെല്ലാം നമ്മൾ സ്വന്തം മക്കളെ ലക്ഷ്യത്തിലേക്ക് നയിച്ച് വിജയം വരിച്ച പിതാവിൻ്റെ സന്തോഷ വാക്കുകളാണ് എന്ന് മാത്രം കണ്ടാൽ മതി. ബാക്കി നമുക്ക് സഞ്ജുവിൻ്റെ വാക്കുകൾ തന്നെ കേട്ടു നോക്കാം. ഡ്രീംസിലോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ കുറെ പേര് നമ്മളെ പറ്റൂല എന്ന് പറയും, കുറെ പേര് നമ്മളെ എതിർക്കും. ആ എതിർക്കുന്ന ശക്തിയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ സ്നേഹിക്കും, അത് അത്യാവശ്യമാണ്. എന്നാൽ നിങ്ങളെ ചിലർ വിമർശിക്കും, എതിർക്കും. ആ എതിർക്കുന്ന ശക്തികളാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ എതിർക്കുന്ന ശക്തിയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കണം. എതിർക്കുന്നവരുണ്ടാകും, അതാണ് ശരിക്കും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ കിട്ടിയ കയ്യടി കണ്ടോ? നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച കാര്യങ്ങളാണത്. സഞ്ജു സാംസണും അത് അനുഭവിച്ചിട്ടുണ്ട്. വിമർശനങ്ങൾ വന്നിട്ടുണ്ടാകും അയാൾക്ക്. സഞ്ജു സാംസൺ പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. ഒട്ടനവധി ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഓട്ടോ ചേട്ടന്മാരൊക്കെ ബാഗും തൂക്കി പോകുന്ന സമയത്ത് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് ഗ്രൗണ്ടിൽ വിട്ട കഥകൾ പറഞ്ഞിട്ടുണ്ട്. സ്നേഹിച്ച ആളുകളെക്കുറിച്ച് പറയുമ്പോഴും അതേ സമയത്ത് വിമർശിച്ച ആളുകളും ഉണ്ടാവും, കളിയാക്കിയവരുണ്ടാവും. അപ്പോൾ ആ ഒരു പരിഹാസവും ആ ഒരു വിമർശനവും ആയിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് തന്നെയാണ് സഞ്ജു സാംസൺ പറയുന്നത്. ഇത് ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഏത് മേഖലയാണെങ്കിലും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠം കൂടിയാണ്. സഞ്ജു സാംസൺ വെറും ഒരു കളിക്കാരൻ മാത്രമല്ല, മോട്ടിവേറ്റർ കൂടിയാണെന്ന് തെളിയിക്കുന്ന സംസാരമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വാക്കുകളിലൂടെ അല്ല കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക, നമ്മൾ ഗ്രൗണ്ടിൽ കിട്ടുന്ന അവസരങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. അതാണ് ഏറ്റവും വലിയ മറുപടി. അപ്പൊ അത് ദൈവം സഹായിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ സച്ച് എ ബ്യൂട്ടിഫുൾ ഈവനിംഗ്. താങ്ക് യു. നമ്മളെ എതിർക്കുന്നവരുണ്ടാകും, അതായിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ അവർക്ക് മറുപടി കൊടുക്കേണ്ടത് വാക്കുകൾ കൊണ്ടല്ല, നമ്മൾ പ്രവർത്തിച്ചാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അവസരം കിട്ടുമ്പോൾ നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മൾ വിജയം നേടണം, നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കണം. അങ്ങനെ വിജയിച്ചാണ്, അങ്ങനെ നടത്തിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആ ഒരു വാക്കിന് കിട്ടുന്ന കയ്യടിയുണ്ട്. വിമർശനങ്ങളും പരിഹാസങ്ങളും കേട്ട് ഉള്ളിലൊതുക്കി തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു വ്യക്തിയുടെ വിലപ്പെട്ട വാക്കുകൾ തന്നെയാണത്. ഉള്ളിൽ തട്ടിയുള്ള വാക്കുകളാണത്. ആ പരിഹസിച്ചവർക്ക് മുന്നിൽ, വിമർശിച്ചവർക്ക് മുന്നിൽ ലോകം കീഴടക്കിയ രാജാവായി വന്നെന്നുകൊണ്ടാണ് സഞ്ജു സാംസൺ അത് പറയുന്നത്. ഇതൊരു പക്ഷേ ചെറുപ്പകാലത്ത് തുടങ്ങിയ ആ പ്രവർത്തനത്തെ, ആ പരിശ്രമത്തെ പരിഹസിച്ചവർക്കുള്ള മറുപടിയാവാം. സൂപ്പർ 8-ൽ ഇന്ത്യൻ ടീമെത്തി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ സഞ്ജു സാംസനെ 11-ൽ ഉൾപ്പെടുത്തുമോ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ഇഷാൻ കിഷനെ മാറ്റിക്കൊണ്ടോ അഭിഷേക് ശർമ്മയെ മാറ്റിക്കൊണ്ടോ എന്ന് പരിഹാസരൂപേണ ചിരിച്ച് മറുപടി നൽകിയ സൂര്യകുമാർ യാദവിനെതിരെയുള്ള മറുപടിയാവാം. ആ ഒരു വാക്കിൽ എല്ലാ വിമർശകർക്കും, എല്ലാ പരിഹസിച്ചവർക്കുമുള്ള മറുപടി തന്നെയാണ് ആ ഒരു വാക്ക്. സഞ്ജു സാംസന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരോടും ഒരു എതിർത്ത് സംസാരിക്കുന്നു, അതല്ലെങ്കിൽ വിവാദപരമായ സംസാരങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ചില പോയിന്റുകൾ പറഞ്ഞു വെക്കും. അതിൽ ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. നമ്മൾ കണ്ടതല്ലേ, പല പോസ്റ്റുകളും മുന്നേ കണ്ടിട്ടുണ്ടല്ലോ. വിയർപ്പിൽ തുന്നിയിട്ട കുപ്പായം. ഒരു ഗോഡ് ഫാദർമാരില്ലാതെ സ്വന്തം അധ്വാനം കൊണ്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയെന്ന് സൂചിപ്പിക്കുന്ന പോസ്റ്റ് തന്നെയായിരുന്നു അന്ന് സഞ്ജു സാംസൺ പങ്കുവെച്ചത്. അതിനുശേഷം പല പോസ്റ്റുകളും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇവിടെ പറഞ്ഞു വെക്കുന്നു. വിമർശകരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. അതിന് നമ്മൾ വാക്കുകൊണ്ടല്ല നേരിടേണ്ടത്. നമുക്ക് ആ വിമർശനങ്ങൾ തന്നെയായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള പ്രചോദനം. നമ്മളത് കാണിച്ചു കൊടുക്കേണ്ടത് പ്രവൃത്തിയിലൂടെയാണ്. അത് കാണിച്ചു കൊടുത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത് ക്രിക്കറ്റിൻ്റെ മാത്രം ബേസിലല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം, ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. ആ സ്വപ്നത്തിന് ഒരു ലിമിറ്റ് വെക്കേണ്ടതില്ല. എത്ര കഠിനമായ സ്വപ്നങ്ങളാണെങ്കിലും അത് നേടിയെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അതിന് ഇറങ്ങി പുറപ്പെട്ടാൽ എല്ലാം വിജയത്തിലെത്തും എന്ന് തന്നെയാണ് സഞ്ജു സാംസന്റെ ജീവിതം നമ്മോട് പറയുന്നത്. അതൊരു പ്രചോദനമായി ഉൾക്കൊണ്ട് നമുക്കെല്ലാം ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്നുകൂടി അവസരത്തിൽ ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.